ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം കമ്മീഷണറും മുൻ ദേവസ്വം പ്രസിഡന്റുമായ എൻ വാസുവിന് ജാമ്യം. കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ വാസുവിന് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിക്കുകയായിരുന്നു. കർശന ഉപാധികളോടെയായിരുന്നു ജാമ്യം അനുവദിച്ചതിനു പിന്നാലെ വാസു ജയിൽ മോചിതനായി. ദൃശ്യങ്ങൾ കാണാം. ഈ കേസിൽ പുറത്തിറങ്ങുന്ന അഞ്ചാമത്തെ പ്രതിയാണ് എൻ വാസു. ഈ കേസിലെ മൂന്നാമത്തെ പ്രതിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസു. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, ഇപ്പോൾ അഞ്ചാമത്തെ പ്രതിയും ജയിൽ മോചിതനായിരിക്കുന്നു. അഞ്ചാമത്തെ പ്രതി എന്ന് പറഞ്ഞാൽ ഈ കേസിൽ ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ സ്വാധീനമുള്ള രാഷ്ട്രീയ കക്ഷിയുടെ കൂടി പ്രതിനിധി എന്ന് നമുക്ക് പറയാം. അത് എൻ വാസുവാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം കമ്മീഷണർ, 2 തവണ ദേവസ്വം കമ്മീഷണർ എന്നീ നിലകളിലൊക്കെ എൻ വാസു ശബരിമലയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇനി പത്മകുമാർ കൂടി പുറത്തിറങ്ങിയാൽ രാഷ്ട്രീയ ബന്ധമുള്ള 2 പേരും പുറത്തിറങ്ങും. ഇപ്പോൾ പുറത്തിറങ്ങിയത് CPM ബന്ധമുള്ള എൻ വാസുവാണ്. ഇത് SITക്ക് വലിയ തിരിച്ചടിയാണ് എന്ന വിലയിരുത്തൽ പ്രതിപക്ഷത്തിനുണ്ട്. കോടതി പക്ഷേ അങ്ങനെ നിരീക്ഷിക്കുന്ന സാഹചര്യത്തിൽ പോലും സ്വാഭാവിക ജാമ്യമാണ്. ഉപാധികളോടെയല്ലേ ജാമ്യം? അരുൺ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT കുറ്റപത്രം വൈകിപ്പിക്കും തോറും ഓരോ പ്രതികളായി ഒരു വശത്തുകൂടി ജയിൽ വിട്ട് പുറത്തിറങ്ങുകയാണ്. ഏറ്റവും ഒടുവിലായി CPMുമായി നേരിട്ട് ബന്ധമുള്ള CPM നേതാവെന്ന് തന്നെ പറയാൻ കഴിയുന്ന മുൻ ദേവസ്വം കമ്മീഷണറും മുൻ ദേവസ്വം പ്രസിഡന്റുമായിട്ടുള്ള എൻ വാസു ഇന്ന് ജയിൽ വിട്ട് പുറത്തിറങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവിക ജാമ്യം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ലഭിക്കുന്ന 4ാമത്തെ പ്രതിയായി വാസു മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ ജാമ്യം ലഭിക്കുന്ന 5ാമത്തെ പ്രതി കൂടിയായി വാസു മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനിയിപ്പോൾ അടുത്ത ഊഴം മുൻ ദേവസ്വം പ്രസിഡന്റായിട്ടുള്ള പത്മകുമാറിൻ്റെതാണ്, KS ബൈജുവിൻ്റെതാണ്. അതിനുശേഷം കൂടുതലായി കുറ്റപത്രം വൈകിക്കഴിഞ്ഞാൽ തന്ത്രി അടക്കമുള്ള ആളുകൾ കൂടി പുറത്തിറങ്ങുമെന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. കുറ്റപത്രം എന്തായാലും ഫെബ്രുവരിയിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. മാർച്ച് എപ്പോഴാണ് ആ കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളതാണ് SITയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. അതേസമയം തന്നെ ഇപ്പുറത്ത് സ്വർണ്ണക്കൊള്ളയ്ക്ക് പുറമെ ഹൈക്കോടതി നിർദ്ദേശിച്ച കൊടിമരക്കൊള്ളയിലെ അന്വേഷണം വിജിലൻസ് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘമായി ആ അന്വേഷണ സംഘത്തിന് രൂപീകരിച്ചതിന് തൊട്ടുപിറകെ തന്നെ SITക്ക് വിജിലൻസ് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ആ കത്ത് പ്രകാരം ഇതുവരെ കൊടിമരക്കൊള്ളയിൽ ലഭിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും കൈമാറണമെന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ വിവരങ്ങളിൽ പെട്ടതാണ് സിനിമാ നടന്മാരും ആഭരണ മേഖലയിലെ പ്രമുഖരും ഉൾപ്പെടെയുള്ള 27 പേർ. അവരാണ് സ്വർണം കൊടിമരത്തിനായി സംഭാവന ചെയ്തവർ. അവരുടെ പേര് വിവരങ്ങൾ അടക്കം നൽകണമെന്നുള്ളതാണ് വിജിലൻസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവരെ നേരിട്ട് കണ്ടുകൊണ്ട് മൊഴിയെടുക്കുക. ഒപ്പം തന്നെ ASP കുറുപ്പ്, അഡ്വക്കേറ്റ് കമ്മീഷൻ, അദ്ദേഹത്തിൻ്റെയും മുൻ തിരുവാഭരണം കമ്മീഷണറുടെയും അതുകൂടാതെ അന്നത്തെ ശില്പി വെങ്കടേഷിൻ്റെയും ഒക്കെ തന്നെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് 1 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തീകരിക്കാനാണ് വിജിലൻസ് ലക്ഷ്യമിടുന്നത്. അരുൺ, താങ്ക് യു. ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്. എൻ വാസു കൂടി ജയിൽ മോചിതരായതോടെ 5 പ്രതികൾ ജയിൽ മോചിതരായി. 1ാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പൊറ്റി, 3ാം പ്രതിയായി എൻ വാസു, ഒപ്പം മുരാരി ബാബു, ശ്രീകുമാർ, സുധീഷ് കുമാർ ഇപ്പോൾ പുറത്തായിരിക്കുന്നു. ഇനി പത്മകുമാർ കൂടി പുറത്താവും. ഇനി അത് കഴിഞ്ഞാൽ തന്ത്രി രാജീവ് കണ്ഠരും പുറത്താവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും SIT വളരെ വേഗം കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്.